എണ്ണ അരച്ച് തലയിത്തേക്കും ഇതൊക്കെയായിരുന്നു ആ ഒരു കാലത്ത് ഹെയർ കളറിങ് എന്ന് പറയുന്നത്. ബട്ട് ക്രമേണ ഈ ഒരു സംഭവം ലൈക്ക് നമ്മുടെ ജനറേഷനിൽ ദിസ് മീ സ്നേഹ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കെല്ലാവർക്കും ഫ്രീക്കത്തീസ് ആയിട്ട് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഇന്നത്തെ കാലത്ത് ഫ്രീക്സ് ആൻഡ് ഫ്രീക്കത്തീസ് ആവണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒബ്വിയസ്ലി ഹെയർ കളറിങ്. പക്ഷേ മിക്ക ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് പെർമനൻ്റ് ആയിട്ട് എപ്പോഴും ഒരേ കളർ ഹെയറിൽ നടക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ എനിക്ക് ഹെയർ കളർ ചെയ്യണം പക്ഷേ ഹെയർ ഡാമേജ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്നത്തെ കാലത്ത് എന്തൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ എന്തുകൊണ്ട് നമുക്കിങ്ങനെ സെമി പെർമനൻ്റ് ആയിട്ട് ഹെയർ കളറിങ് അവൈലബിൾ അല്ല? അങ്ങനെ ഞാൻ റീസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അതിലൊരു ഏറ്റവും സോർട്ട് ഔട്ട് ചെയ്തൊരു 3 ഐഡിയാസ് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാമെന്ന് ഞാൻ കരുതി. അപ്പോൾ എന്താണ് ബേസിക്കലി ഹെയർ കളറിങ് എന്ന് പറയുന്നത്? ഹെയർ കളറിങ് എന്ന് പറയുന്നത് ഏറ്റവും അതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് കാലങ്ങളിൽ ഈ നമ്മുടെ അമ്മമ്മമാർ അപ്പൂപ്പന്മാർക്കൊക്കെ മുടി നരയ്ക്കുമ്പോൾ ഇവർ ഒന്നെങ്കിൽ എണ്ണ അരച്ച് തലയിത്തേക്കും ഇതൊക്കെയായിരുന്നു ആ ഒരു കാലത്ത് ഹെയർ കളറിങ് എന്ന് പറയുന്നത്. ബട്ട് ക്രമേണ ഈ ഒരു സംഭവം ലൈക്ക് നമ്മുടെ ജനറേഷനിൽ കുട്ടികളിലേക്ക് സാധനം പകർന്നു കിട്ടി. അങ്ങനെ ഞാനും നിങ്ങളും അടങ്ങുന്ന ആൾക്കാർ, ഈവൻ നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടാലും അറിയാം ഞാനും കളർ ചെയ്തിട്ടുള്ളൊരു ഫ്രീക്കാണ്. പക്ഷേ എന്ത് പെർമനൻ്റ് ആയിട്ടുള്ള കളറാണ്, ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളർ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കളർ മാറ്റണം, കളർ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു 3 അടിപൊളി ഓപ്ഷനാണ്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. നമ്മൾ ഒരുപാട് ഹാക്സ് കണ്ടിട്ടുണ്ടാകും, ലൈക്ക് 5 മിനിറ്റ് ക്രാഫ്റ്റ്, അത് ഇത് അങ്ങനത്തെ ഉട്ടായ്പ പരിപാടികളൊന്നും തന്നെയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകണം നമ്മുടെ സ്ട്രീക്സ് പ്രൊഫഷണൽസിൻ്റെ എന്താ പറയുക, ലൈക്ക് ഫങ്കി കളേഴ്സാണ്. ലൈക്ക് കളർ ആൻഡ് സ്പ്രേ ഫങ്കി കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുകൊണ്ട് സ്പ്രേ കൈൻഡ് ഓഫ് സംഭവമാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ലൈക്ക് അത് നമ്മൾ സാധാരണ കാണുന്ന ചുവപ്പ്, പച്ച, മഞ്ഞ അങ്ങനത്തെ കളേഴ്സ് ഒന്നുമല്ല. ഇപ്പോൾ ഒരു ബ്ലൂ ആണെങ്കിൽ അതിൽ ഏറ്റവും ലൈറ്റിഷ് ആയിട്ടുള്ള ബ്ലൂ, അതുപോലെ തന്നെ ഒരു പിങ്ക് ആണെങ്കിൽ അതിൽ വളരെ ബ്ലോണ്ട് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള പിങ്ക്, അങ്ങനത്തെ ഒരുപാട് ഫ്രീക്സിനൊക്കെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 2 to 3 വാഷിൽ തന്നെ കളയാൻ പറ്റുന്ന അടിപൊളി കളേഴ്സ് ഉണ്ട്. സോ ദാറ്റ് നമ്മളതൊരു 3-4 എണ്ണം മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു എക്സ്ട്രാ അടിപൊളി ഫ്രീക്കത്തീസ് ആയിട്ട് നടക്കാം എന്നുള്ളതാണ് ഒരു ഏറ്റവും അമേസിങ് ആയിട്ടുള്ളൊരു കാര്യം. അത് ടെമ്പററിയും ആണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, ഇത് നമ്മൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവട്ടെ. ഇപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും വേറൊന്നുമല്ല, നമുക്കിത് ഒരുപാട് കളർ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, സ്ട്രിക്സ് അവൈലബിൾ ആണ്. ലൈക്ക് 1-2 സ്ട്രാൻഡ്സിൻ്റെ അങ്ങനത്തെ ഒക്കെ നമുക്കിന്ന് അവൈലബിൾ ആണ്. സോ നമുക്കിഷ്ടമുള്ള കുറച്ച് സ്ട്രാൻഡ്സ് മേടിച്ച് വയ്ക്കുക. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മുടിയുടെ ഇടയിൽ ക്ലിപ്പ് ചെയ്യുക. അത് നമ്മൾ മുടി അഴിച്ചൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, നമ്മുടെ മുടി നല്ല രസം ഉണ്ടാവും അതിൻ്റെ കൂടെ കാണാനായിട്ട്. അതാണ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ലോറിയൽ പാരീസിൻ്റെ കളറിസ്റ്റ, ലൈക്ക് 1 ഡേ കളറിസ്റ്റ എന്നിട്ടുള്ളൊരു സ്പ്രേ ഉണ്ട്. അത് നമുക്ക് 1 വാഷിൽ പോകുന്നതാണ്. നമുക്കിപ്പോൾ ഒരു മോർണിംഗ്, ഇപ്പോൾ രാവിലെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എപ്പോൾ കുളിക്കുന്നു അത് അപ്പം അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല യൂസായിട്ടും പെർമനൻ്റ് ആയിട്ടും ഈവൻ ബ്ലീച്ച് പോലും ചെയ്യേണ്ട മുടി കളർ ചെയ്യാം, അതും വിത്തൗട്ട് എനി ഡാമേജ് എന്നാണ്. ബട്ട് ശ്രദ്ധിക്കുക, നമ്മളൊരിക്കലും റൂട്ട്സിൽ സാധനം അപ്ലൈ ചെയ്യാൻ പാടില്ല. റൂട്ട്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്, കാരണം ഇറ്റ്സ് കെമിക്കൽ. ഓക്കെ, സോ ഈ 3 ടൂൾസാണ് നിങ്ങൾക്ക് പെർമനൻ്റിലല്ലാണ്ട് പെർമനൻ്റ് ആയിട്ട് കളർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ടെമ്പററി ആയിട്ട്, അതായത് സെമി ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ടും കൂടെ അറിയിക്കാം. അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ കാണുമായിരിക്കും.